പട്ട ഗ്രാമ്പൂ ഏലക്കായ് ഗരം മസാല തയ്യാറ്. രസിക്കുട്ട എന്താ മണം നോക്ക്. നോക്കിതാ ചിക്കൻ കറി സൂപ്പറായി വന്നിട്ടുണ്ടതാ. നമ്മുടെ ഗരം മസാലക്ക് ഇത്ര മണമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ചിജ. ചിജിക്കുട്ടന്റെ ഗരം മസാല എന്താ മണം, വീട്ടിന്റെ ചുറ്റും മണക്കാണ്. ചിജിക്കുട്ടിക്ക് ഇഷ്ടമല്ലേ ചിക്കൻ കറി? അവരോ എല്ലാവരുടെയും മണക്ക് തന്നെ. വീട്ടിന്റെ അടുത്ത വീട്ടുകാരൊക്കെ എന്താ മണമെന്ന് ചിജിക്കുട്ട. നല്ല മണമുണ്ട്. അവനിക്ക് വേഗം വേണം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ എല്ലാവരും കണ്ടോളി. അപ്പോൾ ഗരം മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴുകി ഉണക്കാൻ പറ്റുന്ന മസാലകളൊക്കെ നമ്മളിവിടെ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ജീരകം, സാജീരകം, പെരിഞ്ജീരകം, കുരുമുളക്, അങ്ങനെയെല്ലാം കഴുകി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പം മഴക്കാല സമയമാണ്, വെയിൽ എപ്പോഴും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെയിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ഉണക്കാൻ വെക്കുമ്പോൾ പെട്ടെന്ന് മഴ വന്നാൽ നമ്മൾ ഈ സാധനങ്ങളിൽ ഇങ്ങോട്ടൊന്നും എടുത്തിട്ട് ഓടാൻ സാധിക്കില്ല, അപ്പോഴേക്കും നനയും. അപ്പം നമ്മൾ കൃഷിക്കാരൊക്കെ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞ സ്ഥലത്ത് ഉണക്കാനിടും, ടാർപ്പായി വിരിച്ചിട്ട്. ടാർപ്പായിൻ്റെ ഒരു ഭാഗം ഇതേമാതിരി മടക്കി വെക്കും. എന്നിട്ട് ഇങ്ങനെ ഈ തലയ്ക്ക് ചവിട്ടിയിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് അതേമാതിരി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉണക്കാൻ മൂടി വെക്കും പെട്ടെന്ന്. അപ്പോൾ ഇതൊന്നും നനയില്ല. മഴ പോയി കഴിഞ്ഞ് ഇതേമാതിരി രണ്ടാം പ്രാവശ്യം ഇതേമാതിരി ചുട്ടിയമാതിരി മടക്കി ഇങ്ങോട്ട് ഇങ്ങനെ വെക്കും. വെച്ച ശേഷം ഒരു വെയിറ്റ് ഇങ്ങനെ അവിടെ വെക്കും തൂളാണ്ടിരിക്കാൻ. ഇങ്ങനെയാണ് ഉണക്കിയെടുക്കുക. ഞാനിതാ പറഞ്ഞു തരുമ്പോഴേക്കുക മഴ വന്നു, ഞാനങ്ങനെ മൂടി വെച്ചതാ. മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മസാല കൂട്ടിൽ അങ്ങനെ മഴ നനഞ്ഞിരിക്കുന്നത്. തുണികളൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുള്ളത് ഇപ്പോൾ മഴയൊക്കെ ഇതിലൊക്കെ നനഞ്ഞു കഴിഞ്ഞു. ഇതിനാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടിയിട്ടൊന്നും ആയില്ല, അപ്പോഴേക്കും നനയേണ്ട സാധനമൊക്കെ നനഞ്ഞു പോകും. അപ്പോൾ തൽക്കാലം രക്ഷയ്ക്കാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഈ മഴക്കാലത്ത് പെട്ടെന്നായിരിക്കും മഴക്കാർ ഇങ്ങനെ വരിക, പുക, അപ്പം തന്നെ പിന്നെയും വെയിൽ വരും. അപ്പോൾ അതിനെ സമ്മേളിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. ഓട്ടയില്ലാത്ത ടാർപ്പായിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ഓട്ടയിൽ കൂടെ പിന്നെയും വെള്ളം പോകും. ചെറിയ മഴപ്പാറ്റിൻ്റെ സമയത്തൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴെങ്കിലും മഴ വരുന്നു, നല്ല വെയിലുണ്ട്, ഏത് സമയത്ത് മഴ വരുന്നുള്ളൊരു കണ്ടീഷൻ കാണുമ്പോഴൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മഴ വന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്തൊന്നും ഈ പണി ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ടാർപ്പായി വിരിക്കുമ്പോൾ ടാർപ്പായിൻ്റെ 4 മൂലയിലും വെയിറ്റുള്ള കല്ല് വെക്കണം. അല്ലെങ്കിൽ കാറ്റ് വന്നിട്ട് ഈ എല്ലാ സാധനത്തിനെയും കൂടി ഒന്നാക്കി മസാല കൂട്ടാവും. പിന്നെ അപ്പോൾ 4 ഭാഗത്തും വെയിറ്റൊക്കെ വെച്ചിട്ട് വേണം വെക്കണമെങ്കിൽ. അതേമാതിരി മൂടിക്കഴിഞ്ഞാലും വെയിറ്റ് വെക്കണം, അല്ലേ പിന്നെ കാറ്റ് വന്ന് അതിന് പൊക്കും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വലിയ മഴ വന്നാൽ ഞാൻ ഇതിനെ എടുത്തിട്ട് ഓടും. വലിയ മഴ വന്നു വലിയ മഴ വന്നു എന്ത് ചെയ്യും? ഇനി അങ്ങനെ ഇതൊക്കെ എടുക്കുക. ഇല്ല, മഴ പെയ്യൊന്നുമില്ല, ഇത് പോകും. വേനൽക്കാറാണ്, വേനൽക്കാർ പോയാൽ പോയി. ഇതാണ് നമ്മുടെ പരിപാടികൾ. കർഷകർക്ക് പറഞ്ഞാൽ നല്ല കഷ്ടങ്ങളാണ് ഓരോട് ചെയ്യണമെങ്കിൽ. ഇത് ഉണക്കാൻ ഡ്രയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളിപ്പോൾ തുടക്കക്കാർക്ക് ഡ്രയറൊന്നും വാങ്ങാൻ കഴിയില്ലല്ലോ. അതിനാണെങ്കിൽ ഒരുപാട് കറണ്ട് ബില്ല് വരും. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഒരു തൊഴിൽ ചെയ്യുക പറഞ്ഞാൽ നല്ല കഷ്ടങ്ങളൊക്കെ ഉണ്ട് മഴക്കാലത്തൊക്കെ ചെയ്യണമെങ്കിൽ. മഴ പോയി നമുക്കിനി തുറക്കാം. നമ്മുടെ കണ്ടോ, ഒന്നും നനഞ്ഞിട്ടില്ല, കണ്ടില്ലേ? ഒരു നനവ് ഒന്നും തട്ടിയിട്ടില്ല. അങ്ങനെയാണ് നമ്മ കർഷകരൊക്കെ ചെയ്യുന്ന പണികൾ. കൃഷിക്കാർക്ക് വളരെ നല്ല കഷ്ടങ്ങളുണ്ട് ഓരോന്നും ചെയ്യണമെങ്കിൽ. അവർ പ്രയോഗിക്കുന്ന രീതികളൊക്കെയാണ് ഇത്. എവിടെയും വെള്ളമൊന്നും നനഞ്ഞിട്ടില്ല. നമുക്കൊരു കുറച്ച് കഴിഞ്ഞ് നന്നായി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ വാരി വയ്ക്കാത്. നമ്മുടെ ഗരം മസാലയൊക്കെ വെയിലത്ത് കടന്നതാ നന്നായി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ പോയി ഇപ്പോൾ നന്നായി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അടുത്ത് ഒരാൾ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മളെല്ലാം വൃത്തിയായി നന്നായി ചെയ്യണം.
ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടാണ് പലവരും കഴുകാതെ ഉണക്കി പൊടിക്കുകയൊക്കെ ചെയ്യണത്. പലവരും മില്ലുകളിലൊക്കെ കാണാം, നമ്മൾ പൊടിക്കാൻ പോകുമ്പോൾ കാണാം മുളക് ചാക്കൊക്കെ അങ്ങനെ കൊണ്ട് പൊടിച്ചിട്ട് കൊണ്ടുപോകണം കാണാം. അവർ കഴുകി അത് ഉണങ്ങി കിട്ടണമെങ്കിൽ നല്ല താമസമാകും. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചിട്ടാണ്. പക്ഷെ നമ്മളുടെ അടുത്ത് ഒരു വിശ്വസിച്ചൊരു കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്തു പോകണം. അല്ലെങ്കിൽ പിന്നെ ആ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ മഴയത്ത് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇതാ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ ഇതാ പട്ട, കറാമ്പൂ, ഏലക്ക, പട്ടയില, തക്കോലം, കുരുമുളക്, ചുക്ക്, മുളക്, പെരിഞ്ജീരകം, ജീരകം, സാജീരകം, ജാതിപ്പത്തിരി, ജാതിക്ക, മഞ്ഞൾ, കൽപ്പാസി, കച്ചോലം, മല്ലി, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. പിന്നെ അതിൻ്റെ ഓർമ്മ ഇറ്റാലിയൻ ഹെർബിൾസാണിത്. തേയും പറയും, തേയും അതും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ ഗരം മസാലൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഗരം മസാല വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പ്രേക്ഷകർ ഈ ഗരം മസാലയൊക്കെ നിറയെ വാങ്ങാറുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇത് വാങ്ങി ഉപയോഗിച്ച ആൾ കുറച്ച് ഞങ്ങൾക്ക് കൂടുതൽ വേണം, അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ 2 കിലോ ചുക്കുപൊടിയും 3 കിലോ ഗരം മസാലയും വേണം പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഈ മസാലകളൊക്കെ ചേർത്തിട്ട് നമുക്ക് ഗരം മസാല ഉണ്ടാക്കാം. ഇടുന്ന സാജീരകം കൂടെ ആദ്യം, സാജീരകം. ശുചിക്കുട്ട എന്താ വറക്കുന്നത്? സാജീരകം. മണം നോക്കണ്ട, എനിക്ക് വ്യത്യസ്തമായ ഒരു മണം അറിഞ്ഞപ്പോ. പെരിഞ്ജീരകമുണ്ട്, കരിഞ്ജീരകമുണ്ട്, സാദാ ജീരകമുണ്ട്, സാജീരകമുണ്ട്, അങ്ങനെ ഒരുപാട് ജീരകങ്ങളുണ്ട്. സാജീരകത്തിന് ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വറുത്തെടുക്കാം. നമ്മളിത് കരിയാണ്ട് കുറച്ചായിട്ട് വറുത്തെടുക്കണം. ഇതിലെങ്ങനെയാണ് പറഞ്ഞാൽ കരിയാൻ പറ്റില്ല, നമ്മൾ നന്നായി ഉണക്കിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അതിൻ്റെ ഒരു പച്ചപ്പ് മണം പോകാൻ വേണ്ടിയിട്ട് ഒരു ചൂടാക്കൽ മാത്രമേ ഉള്ളൂ, പച്ചപ്പ് മണം പോകാൻ. ഇതിൻ്റെ എണ്ണയാണ് മെയിൻ മണം വരുത്തുക. ആ എണ്ണ കരിയാൻ പറ്റില്ല, കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്മെല്ല് പോകും. അപ്പോൾ ഒരു പച്ച മണം മാറിക്കിട്ടാൻ മാത്രം ഒരു ചൂടാക്കൽ, അത്രേ വേണ്ടുള്ളൂ. കളക്ക് വിട്ടാ പിടിക്ക്. കരിയാണ്ട് ഇറക്കണം. എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുക? കുട്ടിക്ക് ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി, മസാലക്കറി, വെജിറ്റബിൾ മസാലക്കറി, സോയാബീൻ മസാലക്കറി എല്ലാം ഉണ്ടാക്കും. കുറച്ച് ഇടാൻ പറ്റുള്ളൂ, കൂടുതലിടാൻ പറ്റില്ല. കൂടുതലിട്ടാൽ മണം കൂടിയാൽ നന്നായിരിക്കില്ല. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് നമുക്ക് ചേർക്കണം. ഉപ്പും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ. മസാലപ്പൊടി 1/2 സ്പൂണ്, 1/4 ടീസ്പൂണ്, 1 ടീസ്പൂൺ ആവശ്യത്തിനനുസരിച്ച് ഇടുക. കൂടുതലിടാൻ പറ്റില്ല, പോരെങ്കിൽ പിന്നെയും ഇടാം. ഈ മസാലപ്പൊടിയൊക്കെ ചേർത്ത് ചിക്കൻ കറി വെച്ച് കൊടുക്കണം അല്ലേ? മന്ത്രമൊന്നും ഇല്ലാത്തതാണ്. ഇല്ല ശ്രീകുട്ട, ആരുണ്ടാക്കിയത് മസാലപ്പൊടി? ആരുണ്ടാക്കിയത്? ഇതെന്ത് വെക്കാനാ ഇത് ഉണ്ടാക്കുന്നത്? ചിക്കന് എന്തുണ്ടാക്കാനാണ്? ചിക്കൻ കറി. അതിനോട് ഇടുക കുട്ടിയത് നോക്കട്ടെ. ഇനി കുരുമുളകും കുറച്ചും കൂടി പെരിഞ്ജീരകം ഉണ്ട് ഇല്ല വറുക്കാൻ. മണം നോക്കാണ്. പിടിക്ക്, അത് പിടിക്ക്, എടുക്ക്, പൊട്ടുക. അപ്പോൾ എല്ലാ മസാലകളും നമ്മൾ കഴുകി ഉണക്കി ചെറുതാക്കി ഒന്ന് ചൂടാക്കിയെടുത്തു, കരിയാതെ ഒന്ന് ചൂടാക്കിയെടുത്തു. ഇനി നമുക്ക് ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കണം. പൊടിച്ച ശേഷമാണ് പാക്കിങ്. രസിക്കുട്ട ആവരാ
എന്നിട്ട് സിജു ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ചിക്കൻ കറി വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കൂ സിജുക്കുട്ടി. ഒന്ന് ആറട്ടെ. ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ആറും. ഇപ്പോൾ ഗരം മസാലയൊക്കെ നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പാക്ക് ചെയ്യാൻ പോകണം. 1/4 കിലോൻ്റെ പാക്കറ്റ് ആക്കിയിട്ടാണ് പാക്ക് ചെയ്യണത്. ഇതാ പിന്നെ 50 ഗ്രാം തൊട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. ശിരിക്കുട്ടാ പാക്ക് ചെയ്യാൻ പാ. അടുത്ത കവർ എടുക്ക് ശിരിക്കുട്ടാ. ആ അമർത്തി അങ്ങോട്ട് അങ്ങനെ അമർത്ത്. പൊട്ടിക്ക്. അങ്ങനെ ശിരിക്കുട്ടി പാക്ക് ചെയ്ത. അങ്ങനെ തന്നെ കളയണ്ട. അങ്ങോട്ട് അങ്ങോട്ട് ചേർത്തി പിടിക്കും. മതി 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 മതി. ഇവിടെ പിടിക്കും. ഇവിടെ വയ്ക്കും. മതി മതി ശരിക്കുട്ട. ഇവിടെ വയ്ക്കും. ഇവിടെ വയ്ക്കും. അവിടെ വെച്ചു. നീ ഇതിലിത്തിരി വയ്ക്കുന്ന ഇതിലിത്തിരി അറിയട്ടെ. മതി. ഇവിടെ വെച്ച ഇവിടെ വെച്ച 50 ഗ്രാമിൻ്റെ ചെറിയ പാക്കറ്റാണ് ശരിക്കുട്ടി നിറയ്ക്കുന്നത്. കുറേശ്ശെ എടുക്ക് ശരിക്കുട്ടാ. മതി. മതി 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 മതി. ഇവിടെ വെച്ചു. ഇവിടെ വയ്ക്കും. ഇവിടെ വയ്ക്കും. ഞാൻ അടുത്തെടുക്ക് ശരിക്കുട്ടാ. ഇത് ദൂരേക്ക് അയക്കണത് കൊണ്ട് നമ്മളിതിൻ്റെ എയറൊക്കെ കളയണത് കണ്ടില്ല. അമർത്തി പ്രസ് ചെയ്ത് എയർ കംപ്ലീറ്റ് കളഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യണത്. ഇങ്ങനെ. അപ്പോൾ കേട് വരില്ല. ഇതിൽ എയർ കടന്നാലാണ് പെട്ടെന്ന് കേടൊക്കെ വരും. അപ്പോൾ എയർ കളഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യണത്. കംപ്ലീറ്റ് അമർത്തി പ്രസ് ചെയ്ത് എയർ കളയണം. ദുബായ് നീന്തപ്പഴം കൊണ്ടുവരുമ്പോൾ എയർ കളഞ്ഞ് നല്ല പ്രസ്സിങ് ആവും. അത് മെഷീനിലൊക്കെ ചെയ്യുക. നമ്മളത് അല്ലാത്ത രീതിയിൽ ഇവിടെ ചെയ്യണം. എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതുണ്ട്. അപ്പോൾ നല്ല സീറ്റിംഗ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതാ ഈന്തപ്പഴം പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന മാതിരിയായി. ഇതിന് അത്ര ഒന്നും കേട് വരില്ല. നമ്മൾ ദൂരത്തേക്ക് കൊടുത്തയക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്കാകുന്ന മാതിരിയിലൊക്കെ വൃത്തിയാക്കി ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ചുക്ക് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ പാക്ക് ചെയ്യണം. ഇതും ഈ ഗരം മസാലയുടെ കൂടെ അയക്കാനുള്ളതാണ്. 2 കിലോ ചുക്കുപൊടി നമുക്ക് കൊടുക്കണം അവർക്ക്. അപ്പോൾ അതും കൂടി പാക്ക് ചെയ്യണം. ബാസി കൂട്ടാ 2 കൈ കൊണ്ടാണ്. 2 കൈ. മതി 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 മതി. ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ഇവിടെ എടുത്ത് വെക്കും. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ശരി പിടിച്ചോ. ഇവിടെ വെക്കും. ഇവിടെ വെക്കും. ഇവിടെ വെക്കും. ഇനി ചെറിയ പാക്കറ്റിന് ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റ് കേട്ടോ ശരിക്കുട്ടാ. ചുക്കുപൊടിയൊക്കെ ഇതേമാതിരി പ്രസ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യണത്. ഇതൊക്കെ പ്രസ് ചെയ്ത് ടൈറ്റായി കിടക്കേണ്ടതാണ്. ശരിക്കുട്ടനാണ് ഇത്ര നേരം എല്ലാം പാക്ക് ചെയ്തത്, മാമനെ സഹായിച്ചത്. അപ്പം നമ്മൾ ഗരം മസാലയും അതേമാതിരി ചുക്ക് പൊടിച്ചതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അമേരിക്കയ്ക്കുള്ളതാണ്. ഇത് നമ്മൾ ചില്ലറ ഇവിടെ വിൽക്കാനുള്ള, ചില്ലറ ഇങ്ങനെ പോസ്റ്റൽ മുഖാന്തരം അയച്ചു കൊടുക്കാനൊക്കെ ഉള്ളതാണ്. ഈ ചുക്കുപ്പൊടിയും ഈ ഗരം മസാലപ്പൊടിയും ഇത് പുറത്തേക്ക് പോകാൻ. ഇനി അപ്പോൾ ശുചിക്കുട്ടൻ എല്ലാം വൃത്തിയായി പാക്ക് ചെയ്തിട്ടുണ്ട്. ശുചിക്കുട്ടനാണ് നിറച്ചത്. മാമയും ശുചിക്കുട്ടനും കൂടി ഒട്ടിച്ചു. എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ശുചിക്കുട്ട? അപ്പോൾ ഈ ഗരം മസാല ഉപയോഗിച്ചിട്ട് നമ്മൾ നാളെ ഒരു ചിക്കൻ കറി വെക്കും. എന്തിനാ പറഞ്ഞാൽ നമുക്ക് ഈ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി നാളെ ടെസ്റ്റ് ചെയ്ത് നോക്കും. നേരത്തെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എന്നാലും ഓരോരോ കൂട്ടി തയ്യാറാക്കുമ്പോഴും നമ്മൾ പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഗരം മസാലയൊക്കെ പൊടിച്ചത് 1/4 കിലോൻ്റെ പാക്കറ്റ് ആക്കിയിട്ടുണ്ട്. അതേമാതിരി 100 ഗ്രാം 50 ഗ്രാമിൻ്റെ പാക്കറ്റ് ആക്കിയിട്ടുണ്ട്. ചുക്കുപ്പൊടി 1/4 കിലോൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്, 100 ഗ്രാമിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്ന് ഒന്ന് എടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം അല്ലേ ശീക്കുട്ട?
ശരിക്കോട്ടെ പാർസൽ കൊടുക്കുക. സിജിക്കുട്ടൻ ഉണ്ടാക്കിയ ഗരം മസാല പോസ്റ്റ്മാൻ എടുത്ത് കൊടുത്തയച്ചു പാർസലിന് വേണ്ടിയിട്ട്. ഇവിടെ എല്ലാ ദിവസവും മൂന്നരയ്ക്ക് എടുക്കാൻ വരും അവർ പാർസല്. എല്ലാ ദിവസവും വരും. അങ്ങനെ സിജിക്കുട്ടിയാണ് കൊടുക്കുക. ഇല്ലേ കുട്ടാ? സിജു ഉണ്ടാക്കി ഗരം മസാലയും കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. വാ, ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ, വലിയുള്ളി, മുളക്, പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, ഉപ്പ്, മല്ലിപ്പൊടി, ആവശ്യത്തിന് എണ്ണ. സിജു ഉണ്ടാക്കിയ സിജിക്കുട്ടൻ്റെ ഗരം മസാലപ്പൊടി ഇത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിക്കേ. ചിക്കൻ കറി പറയുമ്പോൾ ഷിജുവിന് ഇന്ന് നല്ല സന്തോഷമുണ്ട് അല്ലേ? ചിക്കൻ കറി വരുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. കുറച്ചും കൂടി ഒഴിക്കും. സിജു നല്ല താഴ്ത്തിയിട്ട് ഇളക്ക് സിജു. അങ്ങനെ ഇളക്ക്. നന്നായി ഇളക്ക് വട്ടത്തിൽ. അങ്ങനെ തന്നെ ഇച്ചി ഇളക്ക്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇളക്ക് സിജു. തക്കാളി ഇടുന്ന. തക്കാളി ഇട് സിജിക്കുട്ടി. തക്കാളി ഇട്. ഇളക്കില്ല. ഇളക്ക്. നന്നായി ഇളക്ക്. നന്നായി ഇളക്ക്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, മല്ലി. സിജിക്കുട്ട നന്നായി ഇളക്കി യോജിപ്പിക്ക്. നന്നായി ഇളക്കി യോജിച്ച് വെട്ടെ. ചിക്കനൊക്കെ ഇഷ്ടം. ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്. ഇങ്ങനെ വതർന്നല്ല ഇവിടെ ഉണ്ടാ. നന്നായി ഇളക്കുന്ന. നന്നായി ഇളകി വരട്ടെ. നന്നായി ഇളകി വരട്ടെ ചിക്കൻ കറി. ചിക്കൻ വരട്ടിയെടുക്കേണ്ടവർക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുക. ചാറ് കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക. മസാലയുടെ മണമൊക്കെ വരാൻ തുടങ്ങി നന്നായിട്ട്. ഗരം മസാലൻ്റെ അതോ ഷിജു മണക്കട്. മണം അറിഞ്ഞു ഷിജുനെ അല്ലേ? നല്ല മണമുണ്ടോ? അടച്ചും വെച്ചു. ആരാ ചിക്കൻ കറി വെച്ച്? ചിജു. ആരാ ഗരം മസാല ഉണ്ടാക്കി? ചിജു. ചിജുക്കുട്ടാ, ആളുകളൊക്കെ വെന്താ മണം ചോദിക്കുക. നമ്മുടെ ഗരം മസാലയുടെ മണം കേട്ടിട്ട് ചിക്കൻ കറി കിട്ടാൻ വേണ്ടിട്ട് വെന്താ മണമെന്ന്. ഇങ്ങനെ നല്ല മണമുണ്ട്. വേഗം വേഗട്ടെ. അമ്മക്ക് വേഗം വേണം. മണത്ത് ഒന്ന് ഇളക്കി നോക്കാം. ഇടയ്ക്ക് അടിപ്പിടിച്ച് നോക്കണ്ടേ? എന്താ മണല്ലേ ചിജി? മണക്ക്. മണം കയ്യില് തട്ടിയത് മണക്കാണ്. ഇത് നോക്ക്. കുറച്ചും കൂടി വാകട്ടെ സിജിക്കുട്ടാ. കുറച്ചും കൂടി വാകട്ടെ. ആര് ഗരം മസാല ഉണ്ടാക്കിയത്? ചിജു. സിജിക്കുട്ടാ തുറക്ക്. എന്താ മണം സിജിക്കുട്ടാ. സിജിക്കുട്ടാ എന്താ മണം നോക്ക്. നോക്കുതാ ചിക്കൻ കറി സൂപ്പറായി വന്നിട്ടുണ്ടതാ. ചിക്കൻ കറി നല്ല മണമുണ്ട് സിജിക്കുട്ടാ. അടുത്ത വീട്ടിക്കൊക്കെ മണം വീശിട്ട് എന്താ കറി ചോദിക്കുന്നല്ലേ വരും. നമ്മുടെ ഗരം മസാലയ്ക്ക് ഇത്ര മണമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല സിജ. സിജുവിന് കഴിക്കാട്ടെ. നീ നമ്മുടെ ഗരം മസാല എന്താ ചിജിക്കുട്ട മണം. നല്ല രുചി ഉണ്ടാവും. കറിയൊക്കെ റെഡിയായി. നമ്മുടെ ഗരം മസാലയും മണം ഭയങ്കര അതീവമായ മണമാണ്. ഭയങ്കര മണമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്കിയപ്പോ. ഷിജുവിനൊരു ചിക്കൻ പീസ് എടുത്തു കൊടുക്കാം അല്ലേ? ഷിജുവിനൊരു ചിക്കൻ പീസ് എടുത്തോ. ഒരു ചിക്കൻ പീസ് നന്നായി എടുത്ത്.
ചിക്കൻ കറിയൊക്കെ അപ്പൊ കഴിക്കണ്ടേ. നമ്മുടെ ഗരം മസാല വേണ്ടവര് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. ചിജി ഇവിടെ ചിക്കൻ കറി കഴിക്കുന്ന തിരക്കിലാണ്. ചിജി കിട്ടാ ബായ് പറ. നല്ല ഇഷ്ടപ്പെട്ട ചിച്ചിന്.